ഓക്കെ, ഇന്നത്തെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഒക്കെ ചെയ്ത് നോക്കാൻ പറ്റിയ പിള്ളേരെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ? ഹലോ, ഇതൊക്കെ ചെയ്ത് നോക്കാൻ പറ്റിയായിരുന്നോ? Yes, ma'am. എ പ്ലസ് ഡി a+2d അല്ലേ? ഫസ്റ്റ് ടേം, ദെൻ ദ nth ടേം വിൽ ബി എന്തായിരുന്നു ഫോർമുല? a+n-1 into d, right? A is the first term, d is the common difference, then the nth term will be an denoted a+n-1 into d, and difference of two terms, ar minus as. Rth term minus sth term will be equal to r minus s into d, right? ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. തന്നിരിക്കുന്ന ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിട്ട് എഴുതുക, ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ഇതിലോട്ട് സോൾവ് ചെയ്ത് കൊണ്ടുവരിക. മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്ക് തന്നിരിക്കുന്ന ഇങ്ങനെ തരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഫസ്റ്റ് ടേമും ഡിയും കിട്ടും. ഇതാണ് നമ്മുടെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ, അല്ലേ? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിരിക്കരുത്, ചെയ്ത് നോക്കണം. നൗ കം ടു ദ സം ഓഫ് n ടേംസ് ഓഫ് എ AP. That is the sum of n terms denoted by s. S or sometimes this is denoted by Sn. Sum of n terms of a AP will be equal to n by 2 into bracket n by 2 into 2a plus n minus 1 into d. N by 2 is the common. N by 2 into 2a plus n minus 1 into d, or see a plus n minus nth term. Nth term is the last term, so it is denoted by a plus n minus 1 into d is denoted by, if it is denoted by L, then it will be equal to n by 2 into a plus n minus 1 into d. L, a plus L, where L equal to a plus n minus 1 into d. അതായത് ഇതിൽ നിന്ന് a ഈ 2a സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ a plus a എന്ന് എഴുതി. So we know that the nth term is a plus n minus 1 into d. That is denoted by L. L means the last term. Sum of n terms of a AP ആണ് നമ്മൾ ചെയ്യുന്നത്. That is we are given n terms, 1, first, second, up to nth term. Okay, is it clear? ഇതിനകത്തൊരു ബ്രാക്കറ്റ് ഉണ്ട്, മറന്നു പോകരുത് കേട്ടോ. യു ഷുഡ് റിമെമ്പർ ദിസ് ഫോർമുല. ദ സം ഓഫ്, അതിന് നമ്മൾ പ്രോഗ്രഷനിലോട്ടൊക്കെ വരുമ്പോൾ അത്രേ ഉള്ളൂ, nth ടേം ആൻഡ് സം ഓഫ് ദി n ടേംസ്. ഈ ഫോർമുല ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് മാത്രം ഓർത്തിരുന്നാലും മതി, രണ്ടും സെയിം തന്നെ. ഓക്കെ, നൗ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? 1, 2, 3 up to 100, isn't it? Hello? Hello? Yes, ma'am. Okay. Now this is the arithmetic progression. So we know that a equal to 1, first term equal to 1, and the common difference is 1, and n equal to 100. Find the sum of first 100 natural numbers. Then using the formula directly apply the values. N is 100, 2a plus n minus 1 into d. Okay, is it clear? ഹലോ? Yes, ma'am. ഓക്കെ, ഒന്ന് ചെയ്തേ. സിമ്പിൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ചെയ്ത് അങ്ങ് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് നമ്മുടെ മെമ്മറിയിൽ രജിസ്റ്റേർഡ് ആവും ആ ഫോമുലകളൊക്കെ. അപ്പോൾ ഓരോ പ്രാവശ്യവും ചെയ്യുമ്പോൾ ഈ ഫോമുലകൾ എഴുതിയേ പോകാവുള്ളൂ.
കിട്ടിയോ? എത്ര കിട്ടിയോ ആൻസർ? ഹലോ, ആൻസർ കിട്ടിയോ? ഇല്ല, കേട്ടോണ്ടിരിക്കും. വളരെ സിമ്പിൾ അല്ലേ? കിട്ടിയോ പിള്ളേരെ? ഹലോ, ആൻസർ കിട്ടിയോ? യെസ് മാം. എത്ര കിട്ടി? ദിസ് വൺ കിട്ടിയോ? 5050. 5050. ഓക്കെ. വാട്ട് അബൌട്ട് അതേഴ്സ്? കിട്ടിയോ പിള്ളേരെ? Okay, now find the sum of 23 terms and n terms of the AP. AP is given as 16, 11, 6, 1, etc. So now AP already നമുക്ക് തന്നിട്ടുണ്ട്. 23rd term, sum of 23 terms എന്ന് ചോദിച്ചിട്ടുണ്ട് and n terms എന്ന് വെച്ചാൽ ജനറൽ SN അല്ലേ? ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. So here we know that A first term will be 16 and common difference എന്ന് പറയുന്നത് എന്താണ്? 11 minus 16 അല്ലേ? ഹലോ, സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഓർ തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം, ഒരു ടൈം അതിന്റെ തൊട്ട് ബാക്കിലുള്ള ടൈമിന്റെ ഡിഫറൻസ് അല്ലേ? അപ്പൊ തെറ്റിപ്പോരുത്. 11 സെക്കൻഡ് ടൈം മൈനസ് തേർഡ് ടൈം, അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന പോലെ തന്നെ എഴുതുക. A plus A equal to 16, A plus D equal to 11. Therefore D will be equal to എന്താവും? 11 minus 16, that is minus 5. Is it clear? Hello? Yes ma'am. Now S23 എന്ന് പറയുന്നത് ഡയറക്ട്ലി ഫോർമുല അപ്ലൈ ചെയ്യുക. n/2 into 2a plus, ഇത് a plus a ഇതില്ല, 2a plus ഈ ഒരു ടേം ഇല്ല അല്ലേ? 2a plus n minus 1 into d. താഴെ വന്നപ്പോൾ അങ്ങനെ എഴുതിയിട്ടുള്ളൂ. 2a plus n minus 1. ഈ പ്രിന്റിംഗ് മിസ്റ്റേക്ക് വരുന്നതൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്ത് പൊക്കോണം കേട്ടോ. ഈ ഒരു ടേം ഇല്ല ആക്ച്വലി, റൈറ്റ്? ഹലോ, ഹലോ. Yes ma'am. ഓക്കെ, അത് നമ്മുടെ ആൻസർ കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളെല്ലാം ചെയ്യുന്നില്ല, എല്ലാം ചെയ്യാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല. ആൻഡ് nth ടേം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജനറൽ ടേം. സോ n/2 ദാറ്റ് വിൽ ബി ഇൻ ടേംസ് ഓഫ് n ആയിരിക്കും അല്ലേ? nth ടേം ഫോർ ദിസ് AP. nth ടേമിന്റെ ഫോർമുല നമുക്കറിയാം, ജനറൽ ഫോർമുല ഫോർ ദ AP A plus D ജനറൽ APയുടെ തന്നിരിക്കുന്ന ഗിവൺ APയുടെ nth ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമുല എയും ഡിയും നമുക്കറിയാം. സോ 2a plus n minus 1 into d, അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക ഇൻ ടേംസ് ഓഫ് n. ഓക്കെ,
അതാണ് സം ഓഫ് n ടൈംസ് ഓഫ് ദ ഗിവൺ എ പി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. ഓക്കെ, ഞാൻ കം ടു ദിസ് വൺ. ഇവിടെ നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സൊല്യൂഷനിലോട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഈ പ്രോബ്ലം ഒന്ന് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. ഹൗ മെനി ടേംസ് ഓഫ് എ പി 1, 4, 7 മസ്റ്റ് ബി ടേക്കൺ സോ ദാറ്റ് ദ സം മേ ബി 715 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താ പിള്ളേരെ പറഞ്ഞിരിക്കുന്നത്? വി ആർ ഗിവൺ എൻ എ പി. AP is given as 1, 4, 7. Okay, so how many terms must be taken so that the sum may be 715? എന്ന് പറഞ്ഞാൽ നമുക്ക് SN തന്നിട്ടുണ്ട് അല്ലേ? SN is 715 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. We have to identify value of n. അതാണ് നമുക്ക് വേണ്ടത്. Right? Is it clear? Yes, ma'am. Okay. Here for the given AP, A എന്ന് പറയുന്നത് 1 ആണ് and D equal to 4 minus 1. What is that? 3. Isn't it? And the sum is given as 715. We have to identify n. How many terms of the AP gives the sum 715? Okay. So in the general formula, we know that Sn equal to n by 2 into 2a plus n minus 1 into d. So put the known factors. Sn equal to 715, n by 2 plus 2 into a equal to 1 plus n minus 1 into d equal to 3. Okay. Now we rearrange this equation. 715 equal to n by 2 into 2 plus 3n minus 3. So it will be 3n 2 alle. So it will be minus 3 alle, minus 1 alle varuna, 3n minus 1, isn't it? N by 2 into this is 2 plus 3n minus 3. N minus 3 bracket open cheyumbo 2 minus 3 equal to minus, right? This is not 3 plus 1, this is 3n minus 1. Okay. Okay. Yes, ma'am. So we get a equation. See, 2 ഇവിടെ multiply ചെയ്യുക, 2 into 715. Then n കൊണ്ട് multiply ചെയ്യുക, that is 3n square minus n. This is not plus n. 3n square minus n equal to 715 into 2. That is equal to 1430. So അതിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഈ സൈഡിലോട്ട്, ഇതിന്റെ സൈഡിലോട്ട് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, we get a quadratic equation n. 3n square minus n minus 1430. Isn't it? Is it clear? Yes, ma'am. Okay. So നമുക്ക് വേണ്ടത് എന്താണ്? We have to identify the value of n. So we are when we solve the sum formula, we get a quadratic equation in n. Then we have to solve this quadratic equation to find the value of n. Quadratic equation of n gives two values for n, n1 and n2. Okay. Is it clear? Quadratic equation നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? 3n minus 1. എന്തോ? അല്ല, ഞാൻ just correct 3n minus 1. 3n square minus n minus 1430. Yes. Okay. This is a quadratic equation n. Now we have to എങ്ങനെയാണ് quadratic equation നമ്മൾ സോൾവ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അപ് ടു ഇതുവരെ വാ, എന്നിട്ട് നമുക്ക് quadratic equationലോട്ട് വരാം. Quadratic equation സോൾവ് ചെയ്യാൻ അറിയുമോ? ഓർക്കുന്നുണ്ടോ? എന്തായാലും പറയാം. ഓക്കെ, അപ് ടു കം ഡു അപ് ടു ദിസ് 3n square minus n minus, ഇത് നോക്കരുത്, നോക്കാതെ തനിയെ ചെയ്തേ. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തനിയെ ചെയ്തേ. How many terms of AP must be taken so that sum equal to 715? അപ്പോൾ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ എഴുതുക. A equal to 1, D equal to 3 and Sn equal to 715 and we have to identify n. അല്ലേ? അപ്പോൾ Sn ഫോർമുല എഴുതുക, നമുക്കറിയാവുന്ന ഡേറ്റകളൊക്കെ പുട്ട് ചെയ്യുക, എയും ഡിയും പുട്ട് ചെയ്യുക ആൻഡ് റീഅറേഞ്ച് ചെയ്ത് അതിനെ നമ്മൾ എന്നിലോട്ട് കൊണ്ടുവരിക. നമുക്ക് ഇവിടെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കിട്ടിയിരിക്കുന്നത്.
ചെയ്ത പിള്ളേർ എത്തിയോ? ഇക്വേഷനിലെത്തിയോ? ഉം 3n² മൈനസ് n മൈനസ് 1430. ഹലോ, കിട്ടിയോ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ?
Hello? Hello? കിട്ടിയോ? ഹലോ? കിട്ടിയോ പിള്ളേരെ? Why nobody is responding? Hello? 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 Hi, yes, ma'am. കിട്ടിയോ ബെന്നി? ഇത് കിട്ടിയോ ഈ Yes, ഇക്വേഷൻ? yes, ma'am. Did. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ n, അല്ലേ? Now we have to solve that quadratic equation, right? Quadratic equation solve ചെയ്യുന്ന ഓർക്കുന്നുണ്ടോ? Do you remember how to solve the quadratic equation or general form of quadratic equation? Anyone remember? This is 3n square minus. Okay. Okay. Now the quadratic equation, generally the quadratic equation is of the form. Quadratic equation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ പവർ 2 ആയിരിക്കുക, അല്ലേ? ഇത് നമുക്ക് സാധാരണ നമ്മൾ ax പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എക്സിന്റെ പവർ 1 ആണ്. വി സേ ദാറ്റ് ഇസ് എ ലീനിയർ ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹയസ്റ്റ് പവർ, വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ വിൽ ബി 2. സോ ax സ്ക്വയർ പ്ലസ് bx plus c equal to 0. This is the form of a general quadratic equation. Okay. A is the coefficient of x square, b is the coefficient of x, and c is the constant. ഓർക്കുന്നുണ്ടോ എങ്ങനെ ഓർണം? ഹലോ? ഇല്ല, പഠിച്ചിട്ടില്ല നിങ്ങൾ ക്വാഡ്രാറ്റിക്? പഠിച്ചിട്ടില്ലേ? ഓക്കെ. Okay, ax square plus bx plus c equal to 0 is the quadratic equation. See. Okay. ഇനി ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നമുക്കറിയാം ഇത് ഡിഗ്രി 2 ഉള്ളൊരിക്കുക, അതായത് എക്സിന് ഇവിടെ 2 വാല്യൂ ഉണ്ടാവും. എക്സിന്റെ പവർ 2 അല്ലേ? സോ വി നോ ദാറ്റ് എക്സിന്റെ പവർ 2 ആയതുകൊണ്ട് we get 2 values of x for which this equation will be satisfying. Okay, these 2 values are generally calculated by or obtained by minus b plus or minus ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്ന ഏതാണ്? അതിലോട്ട് നമ്മൾ വരാം. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈ പഠിക്കാൻ സിലബസിൽ ഉണ്ട് താനും. എന്നാൽ ഇവിടെ ചെയ്യാൻ നമ്മളൊന്ന് പഠിച്ചിട്ട് പോകണമല്ലോ. അപ്പൊ നമുക്ക് അതവിടെ എളുപ്പം ഉണ്ടാവും. സോ the general form of quadratic equation is ax square plus bx plus c. The solution to the equation x1 x2, two values for x are there. So solution
will be equal to the values of x will be minus b plus or minus root of b square minus 4ac 4 into a into c എന്ന് പറയുന്ന ആരാ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് സി എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ 2a. ഇതാണ് നമ്മൾ general formula for the solution of a quadratic equation. Okay, and this b square minus 4ac is known as the discriminant of the equation. ഓക്കെ, അപ്പൊ അതിലോട്ട് വന്നിവിടെ നിന്നോട്ട് ഇതൊക്കെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ഡു യു റിമെമ്പർ ദിസ് ഫോർമുല? Yes. ഓക്കെ, സോ ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു ഏതാണ്? മൈനസ് ബി. നമ്മുടെ ഇവിടുത്തെ ബി എന്ന് പറയുന്നത് എന്താണ്? സി ഇവിടെ എ, ദിസ് ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എൻ. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ പകരം ഇവിടുത്തെ വേരിയബിൾ എൻ ആണെന്നുള്ളതേ ഉള്ളൂ. സോ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 form, right? Yeah. Isn't it? Okay, so here a will be equal to 3, b equal to minus 1 and c equal to minus 1430. Isn't it? Yes. Okay, so it will be the roots are minus b minus minus 1, so it will be plus 1 plus or minus root of b square. What is b? b equal to minus 1, so here a equal to 3 and b equal to minus 1 and c equal to minus 1430. Okay, so minus b which is equal to minus minus 1 plus or minus root of b square, that is 1 square b square minus 4 into 3. a equal to 3 into the bracket Italian multiplication and there won't be any change, into 3 into minus 1430 divided by 2a, 2 into 3. Okay, which is equal to the roots are 1 plus or minus root of 1 minus 4 into 3 into minus this. What is that? 1 plus 12 into 1430. Okay. Okay. What is 4 into 3 into 1430? Do you have the calculator? Hello? Hello, do you have the calculator? Not that, yes. Okay, calculator use ചെയ്തിട്ട് പറഞ്ഞേ ഈ വാല്യൂ എത്ര വന്നു എന്നുള്ളത്. 4 into 3 into 1430. One 17161. 17160. എന്നൂടെ 1 ആഡ് ചെയ്ത് 161. അല്ല അത് 1 കൂടി ആഡ് ചെയ്തപ്പോഴാണ് 161 വന്നത്. Yes, yes. ഞാൻ ആഡ് ചെയ്തിട്ടാ പറഞ്ഞേ. ഓക്കെ 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 ഓക്കെ, ദാറ്റ് ഈസ് 17160. ഞാൻ ഈ ബ്രാക്കറ്റിലോട്ട് നമ്മൾ മുഴുവൻ ആക്കാത്തതുകൊണ്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടി എഴുതിയതാ കേട്ടോ. ഡിവൈഡ് ബൈ 6. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 17161 divided by 6. Okay, now it is equal to 1 plus or minus, what is root of this one? 17161. പറഞ്ഞേ. Use the calculator.
കിട്ടി 131 അല്ലേ 131. Root of- ഓക്കെ. ആ root of 17161 equal to 131 divided by 6, right? So we can write it as 1 plus, which implies 1 plus 131 by 6 is 1 solution, and 1 minus 131 by 6, right? Find out these two values. uh, 22 Okay. This 22 and 21 pointers. what is that? That's another number is negative, 20 right? This is Yeah. negative value. What is that value? 21 point something. Yeah. 21.65. 6 something. 67, right? ഞാൻ രണ്ട് ഡിജിറ്റ് ഞാൻ കറക്റ്റ് ചെയ്ത് എഴുതിയതാ. ഓക്കെ ഓക്കെ Yeah. കിട്ടിയ പിള്ളേരെ? നമ്മുടെ എന്നിന്റെ വാല്യൂ നമ്മളോട് ചോദിച്ചിരുന്നത് എന്താണ്? എന്നിന്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാനായിരുന്നു. നമുക്ക് സം തന്നിട്ടുണ്ടായിരുന്നു. വി ഹാവ് ടു ഐഡന്റിഫൈ ദ വാല്യൂ ഓഫ് ഹൗ മെനി ടേംസ് ഓഫ് ദാറ്റ് ഗിവ്സ് ദ സം ആസ് 715 എന്നായിരുന്നു നമ്മളോട് ചോദിച്ചിരുന്നത്, അല്ലേ? സോ നമ്മൾ സോൾവ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും വി ഗെറ്റ് 2 വാല്യൂസ് ഫോർ n, ദാറ്റ് ഈസ് 22 ആൻഡ് മൈനസ് 21.67. സി, നമ്മുടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്ന n എന്ന് പറയുന്ന ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല, അല്ലേ? -21 നമ്പറിന്റെ സം ഈക്വൽ ടു എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ, റൈറ്റ്? സോ വി റൈറ്റ് n ഈക്വൽ ടു 22. സി, negative fraction, the number of terms cannot be equal to -1, so it will be n equal to 22. Is it clear? Clear ayo? Hello? Clear ayo പിള്ളേരെ? Yeah. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ജനറലുള്ള ഫോർമുല നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. a square ax square plus bx plus c equal to 0. So the roots are minus b plus or minus root of b square minus 4ac divided by 2a. This b square minus 4ac is known as the discriminant, അല്ലേ? ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നമ്മുടെ റൂട്ട്സ് റിയൽ ആണോ, ഈക്വൽ ആണോ, ഇമാജിനറി ആണോ എന്നൊക്കെ അറിയുന്നത്, അല്ലേ? ഓർക്കുന്നോ കുട്ടികളെ ഇതൊക്കെ പഠിച്ചത്? ഡു യു റിമെമ്പർ? Yes. ഓക്കെ. പോവാം, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോവാം. കിട്ടിയില്ലേ എന്നെ? ഹലോ, പോവാ? Yes, ma'am. ഓക്കെ. ഈ മറ്റേ കുട്ടി എന്ത് ചെയ്യാൻ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു കുട്ടിയും കൂടെ, നീതു, അറിയതേർ? നീതു ഇല്ല, പോയോ? ബാക്കി കുട്ടികളെ നിങ്ങളൊന്ന് പറയണം കേട്ടോ, റെസ്പോണ്ട് ചെയ്യണം, നിങ്ങൾ ചെയ്യണം ഈ കൂടെ. അതുകൊണ്ട് ഇത്രയും സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതും ഇല്ല, നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും പിന്നെ എക്സാമിനേഷൻ ടൈമിൽ. ഓക്കെ, നൗ കം ടു നെക്സ്റ്റ് വൺ. ഇഫ് in an AP a equal to 2 and the sum of the first 5 terms is 1/4 of the sum of the next 5 terms, show that a20, അതായത് 20th എന്ന് പറഞ്ഞാൽ 20th ടേം, അല്ലേ? a20 equal to 100 minus 112. Here it is given that a equal to 2. Okay. സോ നമുക്ക് 20th ടേം വരണമെന്ന് nth ടേം നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്?
equal to a plus n minus 1 into d. അല്ലേ? Isn't it? Yes, ma'am. A നമുക്ക് തന്നിട്ടുണ്ട്, d is not given to us, but we are asked to find out the value of a20. The 20th term equal to, we have to show the 20th term equal to 112. സോ അതിനുള്ള ഡി കണ്ടുപിടിക്കാനുള്ള ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് ഈസ് 1/4 ഓഫ് ദ സം ഓഫ് ദ നെക്സ്റ്റ് 5 ടേംസ്. ഓക്കെ, അപ്പൊ a1 പ്ലസ് a2 പ്ലസ് a3 പ്ലസ് a4 പ്ലസ് a5 എന്ന് പറയുന്നത് സം എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? നെക്സ്റ്റ് 5 ടേംസ്, 6th 7th 8th 9th 10th ടേമിന്റെ സമ്മിന്റെ 1/4 ആയിരിക്കും എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻ തന്നിരിക്കുന്നത് എന്തിനാ? നമുക്ക് എ ഉണ്ട്, 20th ടേം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എയും ഡിയും കിട്ടണം. n 20th ടേം എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു 20. ഓക്കെ, ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? Yeah. അപ്പൊ ആ ഡി കണ്ടുപിടിക്കാനൊരു കണ്ടീഷൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. സോ വി അസ്യൂം ദാറ്റ്, സി നമ്മുടെ എ പി എന്ന് പറയുന്ന എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d എക്സെട്ര. ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ് എന്ന് പറയുന്ന ഏതാണ്? എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d പ്ലസ് എ പ്ലസ് 4d. ദിസ് ഈസ് S5, isn't it? ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, the next 5 ടേംസ് എന്ന് പറയുന്ന ആരാ? 6th ടേം പ്ലസ് 7th ടേം പ്ലസ് 8th ടേം പ്ലസ് 9th ടേം പ്ലസ് 10th ടേം. ഓക്കെ, അതാണ് നെക്സ്റ്റ് 5. സി തന്നിരിക്കുന്നത് എന്താണ്? സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഈസ് 1/4 ഓഫ് ദ സം ഓഫ് ദ നെക്സ്റ്റ് 5 ടേംസ്. അപ്പൊ 6 to 10 വരെയുള്ള ടേമിന്റെ സമ്മിന്റെ 1/4 ആയിരിക്കും ഫസ്റ്റ് 5 ടേംസിന്റെ സം എന്നാണ് നമുക്ക് ഒരു ഇക്വേഷൻ തന്നിരിക്കുന്നത്, ഒരു കണ്ടീഷൻ തന്നിരിക്കുന്നത്. Isn't it? ഓക്കെ, സോ ഈ ടേമിനെ, നെക്സ്റ്റ് 5 ടേംസിനെ, സി 1 to 10 വരെയുള്ള സമ്മിനെ നമ്മൾ പറയും S10 എന്ന്, സം ഓഫ് 10 ടേംസ്, റൈറ്റ്? ഹലോ, ഓക്കെ. സോ അതിൽ നിന്ന് ആദ്യത്തെ ഫസ്റ്റ് 5 ടേംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടേമിന്റെ, ഇത്രയും ഭാഗത്തിന്റെ നെക്സ്റ്റ് 5 ടേംസ്, അതായത് 6 to 10 വരെയുള്ള ടേംസിന്റെ സമ്മ് കിട്ടും. Isn't it? Is it clear? Okay. Okay. Now നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? അതുകൊണ്ട് ഈ എക്സ്പ്രഷൻ, സി ഇങ്ങനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റത്തില്ല. അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ടാണ് നമ്മൾ ഇതിനെ ദിസ് സം ഈക്വൽ ടു S10 മൈനസ് S5 എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് S10 എന്ന് പറഞ്ഞാൽ 1 to 10 വരെയുള്ള നമ്പർ, S5 എന്ന് പറഞ്ഞാൽ 1 to 5 വരെയുള്ള നമ്പർ. അപ്പം 1 to 10ൽ നിന്ന് ഈ 1 to 5 മാറ്റി കഴിഞ്ഞാൽ ഈ ഇത്രയും ടേംസിന്റെ സം കിട്ടും. Isn't it? Is it clear? Hello? Is it clear? This is the sum of the first 5 terms and this is the sum of the next 5 terms. Okay. Yeah. Okay. Okay. Now we are given the condition that sum of the first 5 terms is 1/4 of the next 5 terms. So S5 equal to this. ഇതിന്റെ 1/4 ആയിരിക്കും. S5 equal to this is not S10. This is S5. S5 equal to 1/4 into the next 5 terms. That is equal to, നമ്മുടെ എസിന്റെ ടേമിലോട്ട് നമ്മൾ എഴുതാനായിട്ടാണ് ഇതിനെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമില്ല. നമ്മൾ ഈ നമ്പർ തന്നെ എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും. മനസ്സിലായോ? അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാനായിട്ട് നമ്മൾ ഇങ്ങനെ എഴുതിയതാണ്. അപ്പൊ നമുക്ക് എളുപ്പം ഉണ്ടായിരിക്കും. അല്ലെ നമ്മൾ ഈ നമ്പറുകളുടെ എഴുതിക്കൊണ്ട് വരേണ്ടി വരും. ക്ലിയർ ആയോ? ഓക്കെ, ഇത് S10 അല്ല S5.
ഓക്കെ. സോ ഈ 4നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടിരിക്കാം. 4s5 ഈക്വൽ ടു, ഈ ഇക്വേഷൻ ഒക്കെ തെറ്റാ കേട്ടോ. ഇത് 4s5 ഈക്വൽ ടു s10 മൈനസ് s5. സോ 4s5ന്റെ ഇതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ദിസ് ഇക്വേഷൻ ഈസ് കറക്റ്റ്. 5s5 ഈക്വൽ ടു s10. Is it clear? ഹലോ, ക്ലിയർ ആയോ? ഹലോ, ഇത് തെറ്റാ, ഇത് ഇക്വേഷൻ ഇത് തെറ്റാ കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷനെ നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആയിട്ട് എഴുതിയിരിക്കുക s5 ഫസ്റ്റ് സം ഓഫ് ദ ഫസ്റ്റ് 5 ടൈംസ് s5 അല്ലേ, വിച്ച് ഈസ് 1/4 ഓഫ് ദ നെക്സ്റ്റ് 5 ടൈംസ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 5 ടൈംസിന്റെ സമ്മിന്റെ 1/4 ഉള്ളൂ ഫസ്റ്റ് 5 ടൈംസിന്റെ സം എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്തു, 4 നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു. സോ 4s5 ഈക്വൽ ടു പറയുന്നത് ഏതാണ്, s10 മൈനസ് ഈ 4 ഇപ്പുറത്തോട്ട് കൊണ്ട്. സോ റൈറ്റ് സൈഡിൽ ആരൊക്കെയുണ്ട്, s10 മൈനസ് s5. ഓക്കെ. ഓക്കെ. ഈ s5നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നപ്പോൾ എന്തായി, 4s5 പ്ലസ് s5, ദാറ്റ് ഈസ് 5s5 ഈക്വൽ ടു s10. Isn't it? This is 5. ഓക്കെ. ഇനി നമുക്ക് s5ന്റെ ഫോർമുല നമുക്കറിയാം, s10ന്റെ ഫോർമുല നമുക്കറിയാം. 5 ഇൻറ്റു അല്ലേ n/2 ഇൻറ്റു ഇത് ഇതെല്ലാം തെറ്റാ കേട്ടോ, ഈ എഴുതിയിരിക്കുന്നൊക്കെ മിസ്റ്റേക്കുകളാണ്. സോ ഈ ഇക്വേഷൻ്റെ അകത്ത് എൻ എന്ന് പറഞ്ഞ ഫോർമുല എന്താ, n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d അല്ലേ. ഓക്കെ. സോ 5 ഇൻറ്റു s5ന്റെ ഫോർമുല കൊടുക്കുക, s10ന്റെ ഫോർമുല കൊടുക്കുക. സോ അതിൻ്റെ അകത്ത് എയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി, അതിൽ നിന്ന് നമുക്ക് ഡിയുടെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ. ഈസ് ഇറ്റ് ക്ലിയർ? ഈ എഴുതിയിരിക്കുന്നൊക്കെ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഡി നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ. സോ 5 ഹലോ, എനി ഡിസ്റ്റർബൻസ്? ഹലോ. 5 into, put the formula for s5. What is that? Sum of n 5 times n/2 into bracketil 2a plus n minus 1 into d. That is n equal to 5, right? 5/2 into 2a plus n minus 1. That is 4 into d equal to s10. s10 എന്ന് പറയുന്നത് എത്രയാണ്, n/2, 10/2 into 2a plus 9d. Isn't it? 5 into s5. Put the formula for s5. s5 equal to 5/2 into 2a plus 4d, n minus 1 into d. s10 equal to 10/2 into 2a plus 9d. a നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ AP a equal to 2. Is it clear? Put the value of, this is 5, this is 5/2. Put the value of a here. A equal to 2. Okay. You get the value of d. Hello. Clear ആയോ? ക്ലിയർ ആയോ പിള്ളേരെ? ഹലോ. ഹലോ. ഹലോ.
നോ റെസ്പോൺസ്. എന്താ കുട്ടികളെ, നമ്മൾ എങ്ങനെ ക്ലാസ് മുന്നോട്ട് പോകും? യു ജസ്റ്റ് സേ either yes or no. Is it clear? Hello? Please respond. അല്ല, എങ്ങനെ നമ്മൾ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും? ഹലോ? Ma'am, 1 minute. Actually, I got a call. That's why. Okay. Okay. I'll check. Sure. Yeah. Done. Yeah. Sorry. I think so nobody here. No more people. Yes. Yeah. വെറുതെ ഓണാക്കി വെച്ചിട്ട് പോരിക്കാണോ പിള്ളേരെ? ഹലോ? ഇല്ല മാം, പറഞ്ഞോളൂ. ആക്ച്വലി എനിക്കിത് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഓ, യു ആർ ഷാനി. Yeah. ഓക്കെ. ദെൻ വാട്ട് അബൌട്ട് ബെൻ? ഷാനിയാണ് ഇത്രയും നാളും റെസ്പോണ്ട് ചെയ്തോണ്ടിരുന്നത്. ഓക്കെ, നോട്ട് ബെന്നി. ഞാൻ ബെന്നി എന്ന് വിചാരിച്ചത്. ആദ്യത്തെ ക്ലാസ്സിലൊക്കെ ഈ 2 പേരെ, ബെന്നി ആൻഡ് നീതു ആയിരുന്നു റെസ്പോണ്ട് ചെയ്തോണ്ട്. അതുകൊണ്ട് ഞാൻ ഓർത്തിരുന്നത്. ഓക്കെ. എനിവേ, നോ പ്രോബ്ലം. ഓക്കെ, നൗ ലെറ്റ് us come to this one. ഓക്കെ. കറന്റ് എന്റെ ടൈമിംഗ് ഇവിടുത്തെ ടൈമായിട്ട് ശരിയാവില്ല. ഞാൻ കറന്റ് ഇപ്പൊ സൗദിയിലാണ്. Okay, that's a problem. Okay, I can understand. Okay. Then അവിടെ എത്ര മണിയായി? What's the time now there? ജസ്റ്റ് 6:30 ആയതേ ഉള്ളൂ. Okay, you are working there? Yeah. Okay. Are you in the office? No, just I left from office. When I was class starting time, I was in office. Normally every day. Okay. That's a problem. Okay. When my office time is 6 o'clock, that time almost completed 1 hour in classroom. Oh, okay. Now, poem. Shall we move? Yeah. Okay. So, using this equation, you can identify the value of D. Okay. Here A is given as 2. Okay. You put the value of A. Okay. Then now you do it and identify the value of A. Okay. Okay. You got this equation? 5 into Yeah, F1. I got it. Yeah, okay. Now put the value of A here. You get the value of D. 5 into 5 by 2 plus, within bracket it is 2 into 2 plus 4D. Yeah. Okay. Here 10 by 2 into 2A plus 9D. This is in the bracket. Here 2 brackets are there. This bracket is multiplied by 5. Here only 1 bracket, that is multiplied by 10 by 2 is 5. Okay, identify the value of D. താഴെയുള്ളത് തെറ്റാണ്. 5. 3A, 3 അതായത് -6 എന്ന് കിട്ടിയോ? D. You can use the calculator also. Okay, നിങ്ങളുടെ എക്സാമിനേഷന് which calculator ആണോ allowed ആയിട്ടുള്ള, you can use it in the class also.
Hello? You got D equal to minus 6. So, കിട്ടിയോ? ഹലോ, കിട്ടിയോ? D equal to ഈ രണ്ടും സൈഡ് 5/2 വെച്ച് മൈനസ് അല്ലേ? I mean, sorry, divided. ആ 5/2. ഇത് ബ്രാക്കറ്റിനുള്ളിലാണ്. സോ Okay. നമ്മൾ കൺഫ്യൂഷൻ ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഓരോ സ്റ്റെപ്പ് എഴുതി എഴുതി പൊക്കോണം. എത്ര കിട്ടും? 5 into ബ്രാക്കറ്റിൽ 5/2 into put it A equal to 2, right? Put A equal to 2. See, it's given that A equal to 2. Okay. So 5 into 2 into 4, right? 4, Will correct. be equal to within bracket that will be equal to 10, 5 into 2, 10, right? Or 5 into 4 by 2, that is 20 by 2, 10, isn't it? Okay. എങ്ങനെ ഒന്നുകൂടെ പറയാം? 2 into 2, 4. Correct. Okay. So 5 into 4 by 2, first term. When we open the bracket, 5 into 4 by 2, isn't it? 20 by 2, which is equal to 10. 10, correct. Yes, ma'am. Okay. Then what about this one? 5 by 2 into 4D. What is that? 20D by 2. That is 10D. 10D, correct. Yes. Okay. Which is equal to right side. That is 10 by 2 equal to 5. 5 into 2 into A. A equal to 2. 2 into 2, 4. So this 10 by 2 equal to 5. 5 into 4, what is that? 20. Isn't it? Isn't Correct. it? Okay. Yes. 20 plus, this is 10 by 2 is 5 into 9D. What is that? 45D. 9 into 5. Isn't it?
കിട്ടിയോ? ഈ ബ്രാക്കറ്റ് ഓപ്പൺ എക്സ്പാൻഡ് ചെയ്യാനാണോ? ഇതുണ്ടോ? സി 5/2 10/2 ഈക്വൽ ടു 5 ഇൻറ്റു 2 ഇൻറ്റു 2 വാട്ട് ഈസ് ദാറ്റ് 4 പ്ലസ് 9d അല്ലേ? വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതി പോക്കണം, നിങ്ങൾ ഡയറക്റ്റ്ലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ. ദാറ്റ് ഈസ് 5 ഇൻറ്റു 4 20 പ്ലസ് 5 ഇൻറ്റു 9d വാട്ട് ഈസ് ദാറ്റ് 45d. Isn't it? Yes, കിട്ടിയോ? ma'am. ഓക്കെ, ഇനി ഇതിനെ റീഅറേഞ്ച് ചെയ്ത് വാട്ട് അബൌട്ട് ദ ലെഫ്റ്റ് സൈഡ്? ദിസ് ഈസ് 50 പ്ലസ് 50d ഈക്വൽ ടു 20 പ്ലസ് 45d. 50d ഇവിടെ ഉണ്ട്, സോ ഡി എ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. 50d മൈനസ് 45d ഈക്വൽ ടു 20 മൈനസ് 50, റൈറ്റ്? നമ്മൾ സ്കൂളിൽ 5ലും 6ലൊക്കെ പഠിക്കുന്ന കാര്യം ഇത് കേട്ടോ. അതെ അതെ. There is 45d. You should practice it. 50d minus Otherwise, 45d equals 45. 5d equals 30. 5d ഈക്വൽ ടു മൈനസ് 30. 20 ഇത് നമ്മൾ റൈറ്റ് സൈഡിലോട്ടാണ് കൊണ്ടുവരുന്നത്. ഓക്കെ Yeah. ഓക്കെ, അപ്പോൾ സോ മൈനസ് 30 by 5 which is equal to minus 6. Minus 6. Okay. You got it? Yes, ma'am. Okay. Now നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Show that A20 equal to 112. What is the formula for A20? A20 20th term, that is an equal to n a plus n minus 1 into d. That is, apply that formula. A plus 20 n equal to 20, a plus 19d, a equal to 2 and 19. ഇവിടെ അവർ ആ റിലേഷൻഷിപ്പ് എഴുതിയിട്ട് എയുടെ ടൈമിലോട്ട് കൊണ്ടുവന്ന് എ ചെയ്തത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. യു ഡയറക്ട്ലി പുട്ട് ദ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 19 ഇൻറ്റു മൈനസ് 6. ഓക്കെ, right? You put the value of 2. 2 equal to 2 and we found that d equal to minus 6. So which is equal to 2 plus 19. 19 alle? Okay. Plus 19 into minus 6, which is equal to minus 112. Correct. അപ്പൊ ഇത്രയും സ്ലോ ആവരുത് കേട്ടോ, കാരണം നമുക്ക് പോർഷൻ കവർ ചെയ്യണ്ടേ. നമ്മൾ ഈ കൊച്ചു ക്ലാസ്സിൽ ചെയ്യുന്ന കാൽക്കുലേഷനിലോട്ട് വരുമ്പോൾ അതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്തോണ്ട് കേട്ടോ. നമ്മൾ വീട്ടിലിരുന്ന് കുറച്ച് ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തനിയെ ചെയ്യുക. ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ കൂടി കൊണ്ടുവരിക. ഓക്കെ, കാരണം നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യണം. നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് വെറുതെ കാൽക്കുലേഷൻ ചെയ്തു പോരുത്. എങ്കിലേ നമ്മളത് പഠിക്കത്തുള്ളൂ, എങ്കിലേ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യത്തുള്ളൂ, നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനും പഠിക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ, മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പം ബാക്കി നിങ്ങൾക്ക് ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ. ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 1-2 നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലോട്ട് വരാനായിട്ട് കാണിച്ചു തന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതോടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പ്രോബ്ലം ചെയ്യാൻ. പക്ഷേ ഈ കാൽക്കുലേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ മോഡലൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ച് നോക്കിയത്. ഓക്കെ, നമ്മൾ ഒത്തിരി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പോർഷൻ കവർ ചെയ്യത്തില്ല അല്ലേ. ഓക്കെ, then some of the first n terms of AP is find the nth term. ഓക്കെ, ആ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. ഇവിടെ അടുത്തത് ചെയ്യാൻ പറ്റുന്നൊക്കെ ഉള്ളൂ നിങ്ങൾക്ക്. Now come to the geometric progression. പോകാം. Shall we move to geometric progression? Hello? Hello? Yes, ma'am. Yes, ma'am. Geometric progression എന്തായിരുന്നു പിള്ളേരെ? നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞ സം ആയിരുന്നു. അതായത് ഒരു ടേം ഫസ്റ്റ് ടേമിന്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം ഈസ് ദെയർ, അതിൻ്റെ കൂടെ ഒരു ഫിക്സഡ് നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ആൻഡ് ദാറ്റ് ഫിക്സഡ് നമ്പർ ഈസ് നോൺ ആസ് ദ കോമൺ റേഷ്യോ. ഓക്കെ, ദാറ്റ് ഈസ് a geometric sequence or the geometric progression is a sequence in which each term except the first is obtained by multiplying the term immediately preceding it by a fixed number that should be a non-zero number. This fixed number is known as the common ratio. That is A1, A2 up to An is called a geometric progression, where kth one will be obtained by multiplying k plus 1th term will be
R time, R is the common ratio. The previous term, kth term is multiplied by R. That is, in general, we say that the geometric progression will be AR square. That is, each term is obtained by multiplying the common ratio with the preceding term. Okay, is it clear? Yes, ma'am. Where A is called the first term and R is called the common ratio. Now here also നമ്മൾ arithmetic progression ചെയ്തപോലെ തന്നെയാണ് nth term, sum of the n terms എന്നൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. The nth term of GP is given by an equal to AR raised to n minus 1. Okay. Remember this formula. an equal to അവിടെ നമ്മൾ arithmetic അപ്പോൾ നമ്മൾ ഈ geometric progression ഒക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ you compare it. When you write the nth term of GP, you write the nth term of AP also. An equal to a plus n minus 1 into d, but in GP, n equal to AR raised to n minus 1. Okay. These are some geometric progressions. Okay, now the ratio of two terms of geometric progression, nth term and mth term, will be equal to an by am equal to the common ratio raised to n minus r. Remember this formula also. Okay. Okay. Is it clear? Okay. Now we have a simple question. Find R and the next 4 terms of the GP. The GP is given by -3, 1, -1 by 3, 1 by 9, etc. See, here A equal to -3 and we know that AR, the next term, second term will be AR, third term will be AR square, fourth term will be AR raised to AR cube, like that. That is, the nth term will be AR raised to n minus 1. Right? So, second term is R. ഇങ്ങനെ വേണം തന്നെ R കണ്ടുപിടിക്കാവുള്ളൂ കേട്ടോ. അല്ല നമ്മൾ ഡിവിഷനിലോട്ട് വരുമ്പോൾ മറ്റേപോലെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. So AR by A എന്ന് പറഞ്ഞാൽ AR equal to 1 and second term divided by the first term, that is equal to the common ratio equal to -1 by 3. Okay. And we are also asked to find the next 4 terms, that is multiply this 1 by 9 by 1 minus 1 by 3. Then you get A5. A5 is multiplied by the common ratio -1 by 3, you get A6. Similarly for A7, A8 also. Is it clear? അത് ചെയ്യണോ ഈ പ്രോബ്ലം? വേണമെങ്കിൽ ചെയ്തു. Yes, ma'am. ഇതൊന്ന് ചെയ്യട്ടെ. എന്ന് ചെയ്തു.
സെക്കൻഡ് ടൈമിന്റെയും ഫസ്റ്റ് ടൈമിനും ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ഡിഫറൻസ് വെച്ചിട്ട് ബാക്കിയുള്ളതിനെ അതാണ് കോമൺ റേഷ്യോ. അതാണ് നമ്മൾ കോമൺ റേഷ്യോ ഐഡന്റിഫൈ ചെയ്യണം. നെക്സ്റ്റ് 4 ടൈംസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോമൺ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഓരോ ടൈമിലോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കോമൺ റേഷ്യോ ഇതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡിവൈഡ് ബൈ ഫസ്റ്റ്. സെക്കൻഡ് ഡിവൈഡ് ബൈ ഫസ്റ്റ് ഓർ തേർഡ് ഡിവൈഡ് ബൈ സെക്കൻഡ് ഓർ ഫോർത്ത് ഡിവൈഡ് ബൈ തേർഡ്. സി റിലേഷൻഷിപ്പ് എങ്ങനെയാ വന്നിരിക്കുന്നത് നോക്കിയേ. ഓക്കെ, കോമൺ റേഷ്യോ വന്നിരിക്കുന്നത് 1 ഡിവൈഡ് ബൈ -3 വന്നു. അപ്പൊ അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എല്ലാ ടൈംസ് വെച്ചിട്ട് കിട്ടുന്ന നെക്സ്റ്റ് കിട്ടുന്ന ആൻസർ വെച്ചിട്ട് പിന്നെ മൾട്ടിപ്ലൈ. ബാക്കി ഫോർത്ത് ടൈം വരെ നമ്മൾ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് 4 ടൈംസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് R and the next 4 times. 1 2 3 4 4 നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. Then 5th 6th 7th 8th ഓരോന്നിനെയും കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയാൽ മതി. 5th 1നെ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6th 1 കിട്ടും അല്ലേ? നമ്മൾ ഓർക്കുന്നുണ്ട് k+1th ടേം എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? k+1 എന്ന് പറയുന്നത് kth ടേമിനെ കോമൺ റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് ചെയ്തോളുകയല്ലേ? നമ്മൾ ഈ കാൽക്കുലേഷന് വേണ്ടി സമയം കളയണോ? പോട്ടെ മുന്നോട്ട്, നമ്മുടെ പോർഷൻ തീരത്തില്ല. ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്? ഓക്കെ, now come to determine the 12th term of a GP whose 8th term is 192 and the common ratio is 2. We are given that we have to identify 12th term whose 8th term is 192 and the common ratio is 2. That is, we know that the ratio between two terms, 12th term and 8th term, will be R raised to 12 minus 8, right? So R raised to 4, which is where R is given as 2. Is it clear? Yes, ma'am. Okay. So A12 equal to, from this equation, A12 equal to A8 into 24. A8 is given. 8th term is given. Okay. Is it clear? 8th term is 192 into 2 raised to 4, 16. Okay. മുന്നോട്ട് പോവാം. ഹലോ, അടുത്ത പ്രോബ്ലം നമുക്കൊന്ന് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ അത് വിടുന്നത്. Okay, now come to 3 numbers are in AP and their sum is 15. If 1, 3, 9 be added to them respectively, they form a GP. Find the numbers. This type of questions നമുക്ക് മിക്കവാറും ചോദിക്കും. അത് ചെയ്യാനായിട്ടുള്ളൊരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹിയർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 3 terms are in AP and their sum is given as 15. So 3 terms AP ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you take the numbers as A minus D, A plus D. അല്ലേ? A minus D യുടെ കൂടെ D ആഡ് ചെയ്തപ്പോൾ A കിട്ടി, എയുടെ കൂടെ D ആഡ് ചെയ്തപ്പോൾ A plus D കിട്ടി. Is it clear? ഹലോ, ഓക്കെ. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ കാൽക്കുലേഷനിലും ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. ദാറ്റ് ഈസ് 3 numbers are in AP and their sum is 15. See, ഈ 3 ടേമിന്റെ സമ്മിലോട്ട് വന്നേ, ഈ 2 D ക്യാൻസൽഡ് ആവും. ദാറ്റ് ഈസ് 3A equal to 5. ഫസ്റ്റ് ടേം ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ കൺഫ്യൂസിങ് ആവും. നമുക്ക് ഏത് നമ്പർ വേണേലും അസ്യൂം ചെയ്യാം. പക്ഷേ നമ്മൾ ഈ വേയിൽ അസ്യൂം ചെയ്യുമ്പം സം ഓഫ് ദ ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഡിഫൈൻ ദ 3 terms ആസ് A minus D, A plus D. When we identify the sum of the terms, what is that? A minus D plus A plus D, right? These plus D minus D cancelled, so we get 3A. And it is given that sum of the three numbers equal to 15. So we directly get A equal to 15. Okay. Is it clear? Yes, ma'am. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇനി നമ്മളോട്
If 1, 3, 9 be added to them respectively, they form a GP. Find the numbers. Numbers identify ചെയ്യണമെങ്കിൽ we need the first term and the common ratio. Okay. Okay. Now it is given that 1, 3, 9 be added to them respectively means first one is added to the first term, 1 is added to the first term, 3 is added to the second term, and 9 is added to the third term. See, we assume that the numbers are a minus d, a and a plus d. So the 1 is added to the first term. First term will be a minus d plus 1, and 3 is added to second term. Second term a, so a plus 3, and 9 is added to the third term. Third term is a plus d plus 9, and it is given that they form a GP. Okay, it is given that these three terms form a GP. That means second by this gives the common ratio. Similarly, the third divided by second gives the common ratio. Isn't it? Now we have to see നമ്മുടെ aim എന്താണ്? നമ്മൾ എ എന്ന് പറയുന്ന ഒരു വാല്യൂ, അതായത് ഫസ്റ്റ് ടേം ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന്, അല്ലെ ആദ്യത്തെ പ്രോപ്പർട്ടിയിൽ നിന്ന്. ഓക്കെ, രണ്ടാമത്തേൽ നിന്ന് നമുക്ക് ഈ ആറും കൂടെ ഐഡന്റിഫൈ ചെയ്യണം, എങ്കിലേ നമുക്ക് നമ്പേഴ്സ് ഏതാന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഡിയും കൂടെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ആറല്ല ഡി. ഇവിടെ നമ്മൾ നമ്പേഴ്സ് ഇൻ എ പി എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഡി കൂടെ തന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ നമ്പേഴ്സ് ഏതൊക്കെയാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലേ? Is it clear? Yes, ma'am. ഹലോ, ഓക്കെ. സോ അത് കണ്ടുപിടിക്കാനുള്ള രണ്ട് പ്രോപ്പർട്ടിയാണ് ഇവർ തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ തന്നു സം ഓഫ് ദ നമ്പേഴ്സ് ഈക്വൽ ടു 15. സോ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിലൊക്കെ നമ്മൾ നമ്പറിനെ ഡിഫൈൻ ചെയ്യേണ്ടത് ഈ രീതി ചെയ്യണം. അപ്പൊ നമുക്കറിയാം ആദ്യമേ തന്നെ എ കിട്ടും. ദെൻ ഡി കിട്ടാനുള്ള ഒരു കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. 1, 3, 9 ബി ആഡഡ് ടു ദം റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ഫസ്റ്റിന്റെ കൂടെ 1 ആഡ് ചെയ്യുക, സെക്കൻഡ് കൂടെ 3 ആഡ് ചെയ്യുക, തേർഡിന്റെ കൂടെ 9 ആഡ് ചെയ്യുക. സോ ഇത് ആഡ് ചെയ്തപ്പം വി ഗെറ്റ് 3 നമ്പേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് they form a GP. GPയിലാണെങ്കിൽ നമുക്കറിയാം അതിന്റെ കോമൺ റേഷ്യോ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ദാറ്റ് ഈസ് സെക്കൻഡ് ഡിവൈഡ് ബൈ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന കോമൺ റേഷ്യോ ആണ്, ഓർ തേർഡ് ഡിവൈഡ് ബൈ സെക്കൻഡ് വൺ. ഇത് രണ്ടും കോമൺ റേഷ്യോ ആണ്. ഓക്കെ, is it clear? So second divided by first one is the common ratio. Similarly, third divided by the second one is the common ratio. So we equate these two equations. Okay. എന്തിനാ നമ്മൾ ഇതിലോട്ട് വന്നിരിക്കുന്നത്? നമുക്ക് ഡി ഐഡന്റിഫൈ ചെയ്യണം, അല്ലേ? ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് നമ്പേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. Is it clear? ഹലോ. Yes, ma'am. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക. സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവിടെ മുമ്പേ ചെയ്ത പോലെ തന്നെയാണ് ഡി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് കിട്ടും. സി, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ദിസ് പ്രോഡക്റ്റ് ഓഫ് ദിസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദിസ്. ഓക്കെ, ദെൻ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക. എയുടെ വാല്യൂ നമുക്കറിയാം, എ ഈക്വൽ ടു 5 ആണെന്ന് നമുക്കറിയാം. അപ്പൊ എയുടെ വാല്യൂ പുട്ട് ചെയ്തിട്ട് ഡിയുടെ വാല്യൂ ഐഡന്റിഫൈ. ഡിയുടെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സി, നമുക്ക് ഡി ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഡിയുടെ വാല്യൂ ഏതാണ്? 2 എണ്ണം കിട്ടുന്നുണ്ട്. സോ വി ഗെറ്റ് 2 സെറ്റ്സ് ഓഫ് നമ്പേഴ്സ്. ഡിയുടെ ഒരു വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പേഴ്സ് ഉണ്ട്, ഡിയുടെ സെക്കൻഡ് വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അനദർ സെറ്റ് ഓഫ് നമ്പേഴ്സ് ആർ ദർ. ഓക്കെ, ഈ രണ്ട് സെറ്റ് ഓഫ് നമ്പേഴ്സും ഈ പറഞ്ഞ പ്രോപ്പർട്ടികളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. Is it clear? Yes, ma'am. ഓക്കെ, നമുക്ക് ഈ യൂണിറ്റ് തീർക്കണം. ഞാൻ മുന്നോട്ട് പോട്ടെ? Yes, ma'am. Okay, now come to the sum of n terms of a GP. Sum of n terms of a GP means some numbers are ar raised to ar square plus up to nth term ar raised to n minus 1. Okay, the sum will be equal to Sn equal to, remember this formula, a into 1 minus r raised to n by 1 minus r. Okay,
provided r not equal to 1. r equal to 1 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആയി പോകും അല്ലേ? Isn't it? Yes, ma'am. Okay. Provided if r not equal to 1, sum of the terms will be equal, sum of the n terms of a GP will be equal to a into 1 minus r raised to n by 1 minus r. Actually, here we have two cases. നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടോ പിള്ളേരെ? When r is less than 1 and r is greater than 1. രണ്ട് സിറ്റുവേഷൻ നമ്മൾ നോക്കിയിരുന്നു അല്ലേ? This is the case when r is less than 1. When r is greater than 1, this formula will become എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? a into r raised to n minus 1 divided by r minus 1. Isn't it? In both situations, r not equal to 1. And when n is tending to infinity, n is very large, it will be a by 1 minus r. എനിക്ക് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? ഓർക്കുന്നോ സ്കൂളിൽ പഠിച്ചിരുന്ന കാര്യം? Yes, ma'am. Okay, anyway, you remember this formula Sn equal to a into 1 minus r raised to n by 1 minus r, provided r should not be equal to 1. Now let's do one problem. പോട്ടെ മൂവ് ചെയ്യാം. Yes, ma'am. Okay, find the sum to 20 terms of a GP. GP is given by 128 minus 96, 72 minus 54, etc. അപ്പം S20 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. S20, റൈറ്റ് അല്ലേ? S20 കണ്ടുപിടിക്കാൻ നമ്മുടെ ഫോർമുല എന്താ? ഈക്വൽ ടു a into 1 minus r raised to 20 divided by 1 minus r. Okay. From the given GP, a equal to 128, and we know that the second equation, second term is minus 96. Therefore, r equal to minus 96 by 128. Isn't it? Which is equal to 3 by 4. Minus 3 by 4. Isn't it? Clear ആയോ? Yes, ma'am. Okay. Here r not equal to 1. ആ ഒരു കണ്ടീഷൻ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മൾ സമ്മിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലേ? So which is equal to a equal to 128, a into bracketil 1 minus r. R this one raised to n divided by 1 minus r. ചെയ്യണോ ഈ കാൽക്കുലേഷൻ ഒന്ന് ചെയ്യണോ? Yes, ma'am. ഓക്കെ, എന്നാ ചെയ്യൂ. അത് ചെയ്ത് ഫൈനൽ ആൻസറിലോട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് വേണേ എഴുതാം, അല്ലെ ഫൈനൽ ആൻസറിൽ സിംപ്ലിഫൈ ചെയ്ത് എഴുതി വെച്ചാലും മതി.
കിട്ടിയോ പിള്ളേരെ? ഈ ഫോമിലെത്തിയോ? ഹലോ? 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 Are you there? ഹലോ? കിട്ടിയോ ബെന്നി? ഹലോ? Yes, ma'am. കിട്ടിയോ? Yes, ma'am. ഓക്കെ. നൗ കം ടു ഹൗ മെനി ടേംസ് ഓഫ് ജി പി. ഇതൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുക. ഓക്കെ. നൗ ഓക്കെ. ഇനി നമ്മൾ എ പിയിൽ ചെയ്ത പോലെ തന്നെ 3 ടേംസ് തന്നിട്ട് നമുക്കൊരു ഒരു ഒരു ക്വസ്റ്റ്യനിലോട്ട് വരുമ്പോഴത്തേക്കും 3 ടേംസ് ഇൻ ജി പി അതിൻ്റെ പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് അതിൻ്റെ സമ്മോ അല്ലെങ്കിൽ ഫൈൻഡ് ദ നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ സി എ പിയിലായാലും നമ്മൾ എന്താ ചെയ്തിരുന്നത്? എ മൈനസ് ഡി എ പ്ലസ് ഡി എടുത്തു. നമുക്കറിയാം അതിൻ്റെ സം എന്ന് പറയുന്നത് ഡി ക്യാൻസൽഡ് ആയിക്കോളും. സെയിം വേ when the numbers are in GP, you take the numbers as A divided by R. See, when R is multiplied by this first term, you get R, A. Then it is multiplied by the common ratio R, you get AR. Okay. So take the numbers as A divided by R, A and AR. Then what is the advantage of taking the 3 numbers as this way? See, the product will be equal to A cube, right? R will get cancelled. When we consider the product, R will get cancelled. Okay. Okay. So we can directly find out the value of A. A is the first term. Is it clear? Yes, ma'am. Okay. അപ്പോൾ ഇങ്ങനെ ചെയ്യാവുള്ളൂ. അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ അകത്തും നമുക്ക് 3 നമ്പേഴ്സ് തന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടികളൊക്കെ തരുമ്പോൾ നമ്മൾ ആസ്യൂം ചെയ്യേണ്ട നമ്പേഴ്സ് എ മൈനസ് ഡി എ പ്ലസ് ഡി. ബട്ട് ഇൻ ജി പി വെൻ 3 നമ്പേഴ്സ് ആർ ഗിവൺ, സി ഇൻ്റെ പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു 1728 ആണ് തന്നിരിക്കുന്നത്. സോ വി നോ ദാറ്റ് പ്രോഡക്റ്റ് ഓഫ് ദീസ് 3 നമ്പേഴ്സ് വിൽ ബി എ ക്യൂബ് ഈക്വൽ ടു 1728, വിച്ച് ഈസ് അതായത് ക്യൂബ് റൂട്ട്. നമ്മൾ ഡയറക്ട്ലി ഇതിപ്പോൾ 12 ആണോ എന്നൊക്കെ നമുക്ക് സംശയമുണ്ട്. നമുക്ക് സംശയമല്ല, ഞാൻ പറഞ്ഞത് നമുക്ക് അത്രയും ഡെപ്തിൽ അറിയാമെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നോ നീഡ് ടു ഐഡന്റിഫൈ ദ ക്യൂബ് റൂട്ട് ഓഫ് ദിസ് നമ്പർ. അത് നമുക്ക് കാൽക്കുലേറ്ററിൽ ഡയറക്ട്ലി കിട്ടും. ഓക്കെ. എ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സം ഓഫ് ദ 3 നമ്പേഴ്സ് ഇൻ ജി പി ഈസ് 38. അതിൻ്റെ സം ഓഫ് ദ നമ്പേഴ്സ് ഈക്വൽ ടു 38 എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സി എ നമുക്ക് കിട്ടി എ ബൈ ആർ എ ആർ അല്ലേ? ദീസ് ആർ ദ 3 നമ്പേഴ്സ്. സോ സം ഓഫ് ദ നമ്പേഴ്സ് ഈക്വൽ ടു 38. ഇവിടെ നമ്മൾ ആറിൻ്റെ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ, ഇതാണ് നമുക്കൊരു ഇക്വേഷൻ ഇൻ ആർ കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് വിൽ ബി ആർ ഈക്വൽ ടു ആർ ഈസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനകത്തുനിന്ന് ഇതിനകത്ത് ഈ ഇവർ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതേപ്പറ്റി ബോധർ ചെയ്യേണ്ട. ഡയറക്ട്ലി അപ്ലൈ ദ ഫോർമുല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് b plus or minus root of b square minus 4ac divided by 2a. Okay. Okay.
സ്പ്ലിറ്റ് ചെയ്തൊക്കെ നമുക്ക് കൊണ്ടുവരാം. ഈ സ്പ്ലിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഡയറക്ട്ലി ഗോ ഫോർ ദിസ് ഫോമുല. അവിടെ നമുക്ക് ആറിൻ്റെ വാല്യൂ 2 കിട്ടി. സോ 2 സീരീസ് കിട്ടും. ദിസ് ഈസ് 1 സെറ്റ് ഓഫ് നമ്പേഴ്സ് ആൻഡ് we have another set of numbers also. Is it clear? Yes, ma'am. Okay. നമുക്ക് ഇന്ന് ഈ യൂണിറ്റ് തീർക്കണം. അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇനിയില്ല. അരിത്തമെറ്റിക് ജോമെട്രിക് പ്രോഗ്രഷൻ. ഈ അരിത്തമെറ്റിക് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് a sequence is said to be arithmetic geometric sequence if the nth term of the sequence is obtained by multiplying the nth term of AP and GP. AP and GP യുടെയും കറസ്പോണ്ടിങ് ടേമുകൾ ഫസ്റ്റ് ടേം മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് ടേം മൾട്ടിപ്ലൈ ചെയ്യുക, തേർഡ് ടേം മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ അരിത്തമെറ്റിക് ജോമെട്രിക് പ്രോഗ്രഷനിലോട്ട് വരുന്നത്. ആൻഡ് ഇറ്റ്സ് nth ടേം ഈസ് ഗിവൺ ബൈ ദിസ് വൺ and the sum of n terms is given by this formula. Just go through it. Okay. These are all about the arithmetic geometric progression. Okay. Okay, now comes the harmonic progression. A sequence A1, A2, A3 of the non-zero numbers is said to be in harmonic progression. എപ്പോഴാണ് അതിൻ്റെ ഇൻവേഴ്സ് അല്ലേ? 1 by reciprocal 1/A1, 1/A2, 1/A3 forms an AP. Okay. A1, A2, A3 ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഓർമ്മയുണ്ടോ? A1, A2, A3 are of non-zero numbers is said to be harmonic progression വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അവയുടെ ഓരോ നമ്പറിന്റെ റെസിപ്രോക്കൽ 1/A1, 1/A2, 1/A3 എന്ന് പറയുന്നത് AP ഫോം ചെയ്യും. അപ്പോൾ AP ആയിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഹാർമോണിക് പ്രോഗ്രഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് തന്നെ. Is it clear? Yes, ma'am. Okay. That is, find the 10th term of HP. HP harmonic progression, in short we call it as HP. Find the 10th term of the harmonic progression 1/3, 1/7, 1/11, 1/15. By the property, see the reciprocal. 1/3 the reciprocal എന്ന് പറയുന്നത് ഏതാ? 3. 3, 7, 11, 15 are in AP. We know that when these terms are in HP, we know that the corresponding reciprocal forms an AP, right? Okay. 3 plus 4, 7, 7 plus 4, 11, 11 plus 4, 15, right? Is it? Yes, ma'am. Okay. So, find the 10th term. 10th term equal to, see, 10th term of the AP, that is A10 equal to A plus n minus 1 into D, right? Nth term. A plus Yes, n ma'am. minus 1 into D, which is equal to 39. So, the 10th term of HP will be the reciprocal of this one, 1/39. Is it clear? Yes, ma'am. Okay, just do this problem.
ചെയ്തോ? Yes, ma'am. Okay. Now come to the sum of first n natural numbers, their squares and cubes. That is sum of the first n natural 1, 2 up to n, which is equal to n into n plus 1 by 2. അല്ലേ? ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. Yes, ma'am. Okay. n into n plus 1 by 2. Or n by 2 into n plus 1. Okay. Okay. Remember this formula. Then sum of squares of the first n natural numbers. This is first sum of n terms. Just remember the formula only. Okay, no need of the proof. So sum Madam, of, ഇതിനകത്ത് identity. hello. Yes, ma'am. ഇതിനകത്ത് identity ഇല്ല. That's a formula for sum of the n terms of the natural numbers. 1 plus 2 plus up to n. It will be equal to, that is, for example, 1 plus 2 plus first 5 terms, 3 plus 4 plus 5, which is equal to how many terms? 5 terms are there. So 5 into n plus 1, 6 by 2. That is 3, 15. Isn't it? Yes, ma'am. Okay. Okay. You remember this formula. Sum of the first n natural numbers. Then come to sum of the squares of the first n natural numbers. That is 1 square plus 2 square plus 3 square up to n square. First one was 1 plus 2 plus 3 plus up to n. Okay. Which is equal to n into n plus 1 divided by 2. Then next one is sum of the first squares of the first n natural numbers, which is equal to 1 square plus 2 square plus up to n square equal to 1 by 6 into n plus 1 into 2n plus 1. Remember this formula also. Okay. You just remember the formula only. No need of this proof. In the examination point of view, if you if you go through this proof, it's good for you. Okay. But in the examination point of view, you just remember this formula. Okay. Now come to one more formula. Sum of the cubes of the first n natural numbers. That is 1 cube plus 2 cube plus 3 cube up to n cube, which is equal to 1 by 4 into n square into n plus 1 square, which is same as the square of the first sum of the first n natural numbers, right? 1 by 2 into n plus 1 by 2. See, sum of the cubes of the first n natural numbers equal to, see, square of 1 by 2 into n plus 1. That is 1 by 4 into n square into n plus 1 the whole square. Okay. Is it clear? Yes, ma'am. Okay. Remember these three formulas. Okay. And the sigma notation, it is given as sigma 1 to k equal to 1 to n k. Sigma k equal to 1 by 2 n into n plus 1. Sigma k square equal to 1 by 6 into n plus 1 into 2n plus 1. Then sigma cube equal to 1 by 4 into sigma means sum, right? Yes. Okay. Sum of it. Okay. Now go through all the problems in the exercise and check the answers also. Do this. Okay. Okay. Yeah. Tomorrow we will move to this complex numbers. Okay. അത് നമ്മൾ ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ പഠിച്ച ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകാൻ പറ്റും. അല്ല നമുക്ക് പോർഷൻ തീർക്കണ്ടേ?
അതെ നമ്മൾ സെക്കൻഡ് യൂണിറ്റ് നിൽക്കുന്നേ ഉള്ളൂ, പിന്നെ സെക്കൻഡ് ബ്ലോക്കിൽ നിൽക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് 2 ബ്ലോക്ക് കൂടി ഉണ്ട് Yes. അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഈ പ്രോഗ്രഷന്റെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. വരുമോ? എന്തോ അഡ്വാൻസ് ആൽജിബ്ര, AP ആൽജിബ്ര? അല്ല, നിങ്ങളുടെ സിലബസിലുള്ളത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? സിലബസ് കവർ ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഓക്കെ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരുന്നോ? ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ പറ്റി? ഞാനത് ആ ക്വസ്റ്റ്യൻ നമ്മൾ ഓരോ യൂണിറ്റും കഴിയുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കണം കേട്ടോ. ഓക്കെ. Then you find it whether we can go through the ഇത് ഓൾസോ, അല്ലെങ്കിൽ നമ്മൾ ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും നമ്മൾ ഏത് വേയിലാണ് അത് ചെയ്തു പോകേണ്ടതെന്നുള്ളത്. ഓക്കെ.